അനുമോൾ ബിഗ് ബോസ് വിന്നർ ആയതിനു ശേഷം അനുമോൾക്ക് ഒരു ശകലം പോലും വീട്ടിൽ നിൽക്കാനുള്ള സമയമില്ല. ഉദ്ഘാടനത്തിനായിട്ട് ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ബാക്കിയുള്ള എല്ലാം അവിടെ നിറങ്ങിയ സാധനങ്ങളെല്ലാം വന്നിരുന്ന് പരദൂഷണം പറഞ്ഞ് തള്ളി മറിക്കുന്നുണ്ട്. ലൈവുകളിലായിരുന്നാലും ആര്യനും അക്ബറും ലൈവിൽ തള്ളി മറിക്കുന്നുണ്ട്. ആര്യന് പറയുന്ന ഒരു കാര്യമുണ്ട്, അനുമോള് ഭയങ്കര ബിസിയിലാണ് എന്നൊക്കെ പറയുന്നുണ്ട്. അനുമോളെ ജീവിതമാർഗമാണ്. ആ കുട്ടി അങ്ങനെ വളർന്നത് കൊണ്ടാണ് അവളങ്ങനെ ഇരിക്കൂല. അതുകൊണ്ട് അവൾ ഇപ്പോഴും ഓരോരുത്തരെ പരദൂഷണവും പറയാതെ ഇപ്പം ഇറങ്ങി അതിനകത്തുള്ള ഒരു കണ്ടസ്റ്റൻസിൻ്റെ പരദൂഷണം പോലും അനുമോള് പറയാറില്ല. അവളെ കാര്യങ്ങൾ നോക്കി അവൾ മുന്നോട്ട് പോകുന്നുണ്ട്. അതുപോലെ തന്നെ ജിസയിലും ആര്യനും റെന ഫാത്തിമയൊക്കെ വന്ന് ലൈവിൽ കിടന്ന് എന്തൊക്കെയോ അങ്ങ് പറയുന്നുണ്ട്. ഇതിൽ കലബലാന്നും പറഞ്ഞ് അതിനൊന്നും വേറെ ഒരു ജോലി ഇല്ലാതെ കിടക്കണം. അതുപോലെ ബിൻസി വന്നിട്ട് അങ്ങ് അനുവിനെ പറ്റി അങ്ങ് പറയണ കേട്ടാ പി ആർ എന്നും പറഞ്ഞ് അങ്ങ് തള്ളി മറിക്കുകയാണ്. അപ്പം നമുക്ക് ആ ബിൻസി പറയുന്ന വാക്കൊന്ന് കാണാം. എൻ്റെ കൂടെ ഉള്ളത് RJ ബിൻസി. വെൽക്കം. RJ ബിൻസി എന്നുള്ള പേരും കൊടുത്ത് അപമാനത്തിന് ഇടയായ ഒരു സാധനം, ജനങ്ങൾ സത്യം പറഞ്ഞാൽ അത്രയും വെറുക്കപ്പെട്ട ഒരു സാധനമാണ് ഈ RJ ബിൻസി എന്ന് പറയുന്നത്. RJ എന്ന് പറയണതിന് ഇവക്ക് എങ്ങനെ ഈ പേര് കിട്ടി, ഇവക്ക് എങ്ങനെ ഇതിൽ കിട്ടി എന്നുള്ളത് അറിയാൻ പോലും വയ്യ. താങ്ക് യു. ഈ റീഎൻട്രി എനിക്കൊന്ന് ആദ്യം ബിൻസി ഔട്ടായ സമയത്ത് എല്ലാവരും പറഞ്ഞു അൺഡിസേർവിങ് ആയിട്ടുള്ള ഒരു എവിക്ഷൻ ആയിരുന്നു, ഇപ്പോഴേ എവിക്റ്റ് ആവേണ്ട ആളല്ലായിരുന്നു എന്നൊക്കെ കുറേ കമൻസ് ഉണ്ടായിരുന്നു. ആൻഡ് അതിനുശേഷം റീഎൻട്രിക്ക് ശേഷം പിന്നെ വരുന്ന കമൻസാ കറക്റ്റ് ആളെ തന്നെ ഞങ്ങൾ അങ്ങനെ തന്നെ വേണം എന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെ നേരത്തെ പോകേണ്ടവളായിരുന്നു, 2 ആഴ്ച പോലും നിൽക്കണ്ടായിരുന്നു അല്ലേ. എനിക്ക് പക്ഷെ മനസ്സിലായത് ബിൻസി വരുന്നത് വെച്ച് കാണാം, എനിക്ക് പറയാനുള്ളത് ഞാൻ പറഞ്ഞിട്ടേ പോവുള്ളൂ എന്ന് രണ്ടും കൽപ്പിച്ച് വന്ന പോലെ ആയിരുന്നു. അങ്ങനെയായിരുന്നോ? സത്യം പറഞ്ഞാൽ റീഎൻട്രി എന്ന് പറയുമ്പം എല്ലാവരും ആഗ്രഹിക്കുന്നത് പോയി ഹാപ്പി ആയിട്ട് വീണ്ടും നമ്മൾ ആ വീടൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്ത് ആൾക്കാർക്ക് ഒരു ഓൾ ദ ബെസ്റ്റ് ഒക്കെ പറഞ്ഞ് വരണം എന്നാണ്. സത്യം. ഹാപ്പി ആയിട്ട് അതിനകത്ത് നിൽക്കുന്ന ഇപ്പോൾ 7 കണ്ടസ്റ്റൻസ് ഉണ്ടായിരുന്നു. അതിനകത്ത് അവരെ സന്തോഷിപ്പിക്കാനാണ് റീഎൻട്രി എന്ന് പറയണത്. ഔട്ടായി പോയ വാഴകളെല്ലാം കൂടെ കയറി പിന്നെ ഒന്നും പറയാതിരിക്കുക, അവരെ സന്തോഷിപ്പിച്ചിട്ട് സമാധാനിപ്പിച്ച് അവർക്ക് നല്ല ആശംസകൾ നൽകിയിട്ട് അവൾ ഇതൊക്കെ ഇറങ്ങി പോവാനുള്ള സാധനങ്ങൾ അതിനകത്ത് കയറിയിട്ട് കാണിച്ചു കൂട്ടിയ വേലകൾ അവൾ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഞാനും മൈൻഡിൽ അങ്ങനെ തന്നെയാണ് വിചാരിച്ചിരുന്നത്. ഇപ്പൊ എയർപോർട്ടിൽ വെച്ച് കുറെ ആളുകൾ ചോദിക്കുമ്പം മറ്റുള്ള കണ്ടസ്റ്റൻസ് ഒക്കെ പറഞ്ഞു ഞങ്ങൾ വീട് കത്തിക്കും, ഫയർ ആയിരിക്കും. അപ്പൊ പോലെ ഞാൻ പറഞ്ഞത് വരുന്നിടത്ത് വെച്ച് കാണാം, ആ ഒരു സാധനമായിരുന്നു. നമുക്ക് നോക്കാം എന്താകും അറിയില്ല എന്നോ തന്നെയാണ്. എയർപോർട്ടിൽ വെച്ച് പറയണത് എന്തോന്ന്, അവിടെ യോഗം നടത്തി എവളുമാരെല്ലാം കൂടെ കൂടി ആലോചിച്ചിട്ടാണ് അതിനകത്ത് കയറിയത്. അനുമോള നെഗറ്റീവായി ചിത്രീകരിക്കണം. അനുമോക്ക് നല്ല വോട്ടാണ്, ജനങ്ങളെ സപ്പോർട്ടുണ്ട്. അപ്പം നമുക്ക് കയറി നെഗറ്റീവ് ആക്കുമ്പോൾ അനുമോളെ വോട്ട് കുറയും, അനുമോള് വിജയിക്കൂല, അനുമോള് കപ്പെടുക്കുമെന്ന് അറിയായിരുന്നു. അതുകൊണ്ടാണ് അസൂയ മൂത്ത് യോഗം കൂടിയിട്ടാണ് അവളുമാർ കയറിപ്പോയത്. പക്ഷേ ചില കാര്യങ്ങൾക്ക് എനിക്ക് കൃത്യമായിട്ടുള്ള ക്ലാരിറ്റി വരുത്തണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. ഒന്നാമത്തെ കാര്യം, നമ്മളെ കുറിച്ച് മനസ്സാ വാച അറിയാത്ത കാര്യങ്ങൾ മറ്റുള്ളവർ സ്പ്രെഡ് ചെയ്യുമ്പം അത് പുറത്ത് നമുക്കുണ്ടാക്കുന്ന വേദനകള് വിഷമങ്ങളൊക്കെ ഭയങ്കര വലുതാണ്. ഈ സൈബർ അറ്റാക്ക് അല്ലെങ്കിൽ ഒരു PR അറ്റാക്ക് എന്ന് വേണം പറയാൻ, അതൊക്കെ അനുഭവിച്ചിട്ടുള്ളവർക്കേ മനസ്സിലാവും. ഈ പെണ്ണുംപുള്ളേ ഈ പെണ്ണുംപുള്ള പറയണ എന്തോന്നാണ് ഉദ്ദേശിക്കണത്, അപ്പാനി ശരത്തിനെയും ഈ ബിൻസി ഈ പെണ്ണുംപുള്ളയും പറ്റി പറഞ്ഞതാണ്, അനുമോളാണ് പറഞ്ഞത് എന്ന് പറഞ്ഞും കൊണ്ടാണ് ഈ പെണ്ണുംപുള്ള അതിനകത്ത് കയറി അനുമോള അടിക്കാൻ ഒരുങ്ങിയത്. യഥാർത്ഥത്തിൽ അനുമോളല്ല പറഞ്ഞിരിക്കുന്നത്, കട്ടപ്പ ശൈത്യാണ്. ആ വീഡിയോ വരെ അത് ഇപ്പം ഈ ഇടയ്ക്ക് വീഡിയോ ഞാൻ ചെയ്തതിൽ ഞാൻ അതിൽ വെച്ചിട്ടുണ്ട്. ഈ കട്ടപ്പ ശൈത്യാണ് ആദിലേരടുത്തും നൂറേരടുത്തും പറയണത്. കട്ടപ്പ ശൈത്യ നിന്നും കൊണ്ട് പറയുന്നുണ്ട്, ആദിലെ നൂറെ അത് ഏറ്റു പറയുന്നു, ഷാനവാസും ഉണ്ട് അതിൻ്റെ ഇടയിൽ. അതിൻ്റെ ബാക്കിലോട്ട് അനുമോൾ ഇങ്ങനെ കയ്യും കെട്ടി മിണ്ടാതെ നിൽക്കണേ ഉള്ളു. ഈ കട്ടപ്പയാണ് ഇതിനെപ്പറ്റി പറഞ്ഞത്, ഇവരങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നുള്ളത് പറഞ്ഞത്. അവരെന്തോന്നാണ് ഈ കാണിക്കണത്. അതിൻ്റെ ഇടയിൽ ചിലപ്പോൾ അനുമോളും പറഞ്ഞിട്ടുണ്ട്
ശരിയാണ്, ഒരു കുടുംബം ഉള്ളതല്ലേ എന്ന് ചിലപ്പോൾ അവൾ പറഞ്ഞിട്ടുണ്ട്. ഇവർ അങ്ങനത്തെ പോക്കൃത്തരമാണ് അതിനകത്ത് കാണിച്ചു കൂട്ടിയത്. അത് അനുമോള് വേറൊന്നും പറഞ്ഞില്ല. ബാക്കിയുള്ള ഈ കട്ടപ്പേണ് നിന്ന് പറഞ്ഞത് ഈ മണ്ടി പോയി നീ എപ്പിസോഡ് കാണടി മണ്ടി മനസ്സിലാവത്തുള്ളൂ. അപ്പൊ നമ്മളെയൊക്കെ ലൈഫിൽ എന്താ പറയാ, ഞാൻ ഭയങ്കര സാധാരണക്കാരായിട്ട് ജീവിച്ചു വരുന്ന ഒരാളാണ്. എൻ്റെ അച്ഛനും അമ്മയൊക്കെ അങ്ങനെയുള്ള ആൾക്കാരാണ്. അപ്പം പെട്ടെന്ന് വന്നിട്ട് ഞാൻ ഭയങ്കര ഫ്രണ്ടായിട്ട് ഭയങ്കര ക്ലോസ് ആയിട്ട് നല്ല ഒരു ബ്രദർ കൈൻഡ് ഓഫ് ഒരു റിലേഷൻഷിപ്പാണ് അപ്പാനിയുമായിട്ട്. അപ്പൊ അപ്പാനിനെ കുറിച്ച് പറയുന്നു, എന്നെ ചേർത്ത് പറയുന്നു. ആ പറഞ്ഞതിന്റെ പേരില് പുറത്ത് അയ്യോ പറഞ്ഞതല്ല, പറഞ്ഞത് കട്ടപ്പയാണ്. കട്ടപ്പ പറഞ്ഞെങ്കിലും ഈ ജനങ്ങൾ കണ്ട് അപ്പാനീരെ മടി തല വെച്ച് കിടക്കുന്നു, കയ്യിൽ പിടിച്ചു വെച്ചോരവും എന്തെല്ലാം കോപ്രായങ്ങൾ അവിടെ കാണിച്ചു കൂട്ടിയവള്. ഞാൻ അനുഭവിച്ച കഷ്ടപ്പാടും വേദനയൊക്കെ ഭയങ്കര വലുതാണ്. അപ്പൊ എനിക്ക് അതൊന്ന് മാറ്റി പറയണം എന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. ഞാൻ ആ ഹൗസിലുണ്ടെങ്കിൽ ഒരിക്കലും അനുവും ഷാനവാസും അങ്ങനെ പറയില്ലായിരുന്നു. പെണ്ണും പിള്ളേ അനു അല്ല പറഞ്ഞത്, കട്ടപ്പേണ് വന്ന് ഇവരടുത്ത് പറഞ്ഞ പെണ്ണും പിള്ളേ നീ കാണ്. ഈ ഒരുപാട് റീൽസ് കണക്കും ഒരുപാട് ഷോർട്സ് ഒക്കെ ഓരോരുത്തർ ഇട്ടായിരുന്നു. ഇത് കട്ടപ്പേണ് നിന്നോണ്ട് പറയണ എന്തേലും വേലയില്ല കാണിക്കണത് എന്നും പറഞ്ഞുകൊണ്ട് പറയണ കട്ടപ്പേണ് ഇവരടുത്ത് എല്ലാവരുടെ അടുത്തും വന്ന് പറയണത്. ഈ പെണ്ണുംപിള്ള ഒന്നും കാണൂല, പെണ്ണുംപിള്ള എപ്പിസോഡും കാണാതെ വന്നിരുന്നു കളകളകളകളന്നല്ലേ. എനിക്ക് 100% ഉറപ്പാണ്. അപ്പൊ തിരിച്ചു കയറിയപ്പോ എനിക്ക് അതിനൊരു ക്ലാരിറ്റി വരുത്തണമായിരുന്നു. അത് അനുമോള് പറഞ്ഞു, അനുമോൾ അത് തിരുത്തി പറഞ്ഞു. ഞാൻ ചോദ്യം ചോദിച്ച സമയത്ത് അനുമോള് സൈലന്റ് ആയി. പെണ്ണും പിള്ളേ അനുമോള് സൈലന്റ് ആയതിന്റെ കാര്യം ആരനുമോളെ എന്ത് പറഞ്ഞാലും ചെയ്യാത്ത തെറ്റിന് വരെ വന്ന് കിടന്ന് കളകളാന്നാക്കിയാലും അനുമോൾ അവിടെ അങ്ങ് മിണ്ടാതെ മൗനമായിട്ട് നിൽക്കണതാണ്. ഇപ്പൊ ഈ പെണ്ണുംപിള്ള വിചാരിച്ച അനുമോളാണ് പറഞ്ഞതെന്ന്. കട്ടപ്പ പറഞ്ഞ കാര്യമാണ്. അനുമോൾക്കൊന്നും പറയാനുണ്ടായിരുന്നില്ല. സോ അതിൽ ഞാൻ ഭയങ്കര ഷാനവാസ് അതുപോലെ തന്നെ ഷാനവാസിന്റെ വിരൽ ചൂണ്ടിയിട്ടാണ് ഞാൻ സംസാരിക്കുന്നത്. എന്തെങ്കിലും പറയാനുണ്ടോ ചോദിക്കുമ്പോൾ ഷാനവാസിന് ഒന്നും പറയാനില്ല. അപ്പൊ ദാറ്റ് മീൻസ് ഇപ്പൊ എല്ലാവർക്കും ക്ലിയർ ആയില്ല. പെണ്ണും പിള്ളേ ആദ്യം നീ എപ്പിസോഡ് കാണ്, കണ്ടിട്ട് നീ പറയേ. അല്ലെങ്കിൽ ഓരോരുത്തർ വീഡിയോ ചെയ്തായിരുന്നു, അതിൻ്റെ ഇതെടുത്ത് വെച്ച് കാണ്. നീ എങ്കിൽ ഇത് കണ്ടു കഴിഞ്ഞാൽ നീ അനുമോളെ കാലിൽ വന്ന് വീണ് നീ മാപ്പ് പറയുമോ എന്നുള്ളത് എനിക്കറിയാം. നീ ഇങ്ങനെ അല്ലായിരുന്നു അതിനകത്ത് കിടന്ന് കളകള അലയ്ക്കാനുള്ളത്. നീ എന്ത് ചെയ്യണമായിരുന്നു? വെളിയിൽ ഇറങ്ങിയിട്ട് നിനക്ക് ചോദിക്കാമല്ലോ. നീ ഇതിന് ഈ അടിക്കാനാണ് ആ കുട്ടിയുടെ അടുത്തോട്ട് കയറി ചെന്ന്. നമ്മളെ അനുമോള് പറയുന്ന കുറച്ച് കാര്യമൊന്ന് കേൾക്കാം. സ്റ്റേജിൽ തന്നെ വിളിച്ച് പറയുന്നുണ്ടായിരുന്നു എന്റെ PR നിങ്ങളാണെന്ന് പറയുന്നത്. എനിക്ക് എന്റെ ഇങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നവരും എനിക്ക് വേണ്ടിയിട്ട്, അതായത് ഇപ്പൊ ഈ അമ്മമാരൊക്കെ വന്നില്ലേ, അവര് പോലും മക്കളെ കൊണ്ട് വോട്ട് ചെയ്യിപ്പിക്കുന്നുണ്ട്. അവർ പറയുന്ന കാര്യങ്ങളാ ശരിക്കും അവരല്ലേ എന്റെ PR. പിന്നെ അനുമോളെ ഞാനും വോട്ട് ചെയ്ത് എൻ്റെ മോളെ കൊണ്ട് ഒരുപാട് വോട്ട്, എൻ്റെ മോളെ കൊണ്ട് കോളേജിൽ നിന്നായാലും മോളെ ഓരോരുത്തർക്ക് വോട്ട് ചോദ്യം അവർ പിടിച്ചിട്ട് അതിൻ്റെ സ്ക്രീൻഷോട്ട് വാട്സപ്പിൽ സെൻഡ് ചെയ്ത് കൊടുത്തു. അനുമോക്ക് വേണ്ടിയിട്ട് മോള് ഒരുപാട് വോട്ട് പിടിച്ചായിരുന്നു. എന്നിട്ട് പോരെങ്കിൽ എൻ്റെ 2 സിമ്മ് കിടന്നതിൽ ഞാൻ ആ 2 സിമ്മിൽ നിന്നും വോട്ട് ചെയ്തായിരുന്നു. ഞാൻ അങ്ങനെയൊക്കെയാണ് ചെയ്തത്. ഭയങ്കര വിഷമമായിരുന്നു. അവസാനം ഇനി അനുമോക്ക് കപ്പ് കിട്ടൂലേ എന്നും പറഞ്ഞുകൊണ്ട്. മോനും അങ്ങനെ തന്നെ, മോന് ഭയങ്കര വിഷമമായിരുന്നു. അതുകൂടാതെ എന്റെ നമ്പർ ഈ ഇടയ്ക്ക് ലീക്കായിരുന്നു. ആ ടൈമിൽ നമ്പർ എടുത്തിട്ട് എന്നെ ഒരുപാട് പേര് വിളിച്ചവരെല്ലാവരും എന്താ പറയണ്ടേ, എന്നെ സപ്പോർട്ട് ചെയ്തവരും എനിക്ക് വേണ്ടി വോട്ട് ചെയ്തു, എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചവരും. PR കൊണ്ട് മാത്രം ഒരാൾക്ക് ജയിക്കാൻ പറ്റില്ല എന്ന് അനുമോൾ തെളിയിച്ചില്ല. ഒരിക്കലും പറ്റത്തില്ല. അങ്ങനെയാണെങ്കിൽ പിന്നെ എല്ലാരും അങ്ങനെ ജയിച്ചു വിടാൻ പറ്റുമല്ലോ. 100% എഫേർട്ട് പിന്നെ നിങ്ങൾ കാണുന്നവർക്ക് ഇവക്ക് അല്ലെങ്കിൽ തന്നെ അനുമോക്ക് നല്ല സപ്പോർട്ടാണ്. 12 വർഷം കൊണ്ട് ഈ ഫീൽഡിൽ നിൽക്കുന്നവളാണ്. അപ്പോൾ അവൾക്ക് നല്ല സപ്പോർട്ടാണ് ജനങ്ങൾ. ഈ കൂടുതൽ ഈ പ്രായം ചെന്നവർ അങ്ങനെ കുടുംബ പ്രേക്ഷകരാണ് ഇതവർ അനുമോളെ സപ്പോർട്ട് ചെയ്യണം. PR ഇല്ലാത്തവരില്ലല്ലോ, എല്ലാവർക്കും PR ഉണ്ട്. എന്ന് PR എന്നും പറഞ്ഞുകൊണ്ട് ഇത്രയും പേരെടുത്ത് വന്നിന്ന് ഈ കാട്ടിൻ്റെ ഇടയിൽ കിടക്കണ നമ്മളടുത്ത് വന്നിട്ട് പറയുമോ നിങ്ങൾക്ക് ഞാൻ പണം തരാം, നിങ്ങൾ വോട്ട് ചെയ്യും. എത്ര പേരെടുത്ത് പറയും? ഞാൻ ഈ പറയാ എയർപോർട്ടിൽ തന്നെ ജനങ്ങൾ വന്ന് കിടന്ന് തള്ളുന്നുണ്ട്. തള്ളിയപ്പോഴത്തേക്ക് ഒരു കൊച്ചു നിന്ന് പറയാണ് അവളെ ഉമ്മ ഉറങ്ങിന അനുമോള് ഉറങ്ങിയതിന് ശേഷം ഉറങ്ങുള്ളൂ. 3 മണിയൊക്കെ ആവും, 2:30 മണിയൊക്കെ ആവും അവിടെ അനുമോളൊക്കെ ഉറങ്ങുമ്പോഴത്തേക്ക്. അവരെന്തെങ്കിലും കഥകൾ പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ അനുമോളെ ഉറക്കിയതിന് ശേഷം മാത്രമേ ഉമ്മ എല്ലാവരും അങ്ങനെ തന്നെ, മിക്കുള്ളവരും അങ്ങനെയാണ്. അനുമോള് കരയണ, കുട്ടിക്ക് എന്തൊരു വിഷമം വരും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഓരോരുത്തരും അങ്ങനെയാണ്. അങ്ങനെ അവൾ പറയണം. എന്നിട്ട് പറയണം അനുമോള് വരുമ്പോൾ ഉമ്മച്ചി പറഞ്ഞു വിട്ടു വീഡിയോ കോൾ വിളിച്ച് ഇത്തിരി കാണിച്ചു കൊടുക്കാൻ പറഞ്ഞു. പക്ഷേ വീഡിയോ കോൾ വിളിക്കാനോ ഒന്നിനും പറ്റൂല അവിടെ. അവർക്ക് ഇഷ്ടപ്പെടുന്ന സാധനങ്ങൾ വരെ ഓരോരുത്തർ കൊണ്ടുവന്നിട്ട് കൊടുക്കാൻ പറ്റുന്നില്ല. എറിഞ്ഞാണ് കൊടുക്കണം അനുമോളെ. അത്രയ്ക്ക് ജനമായിരുന്നു. അനുമോളെ മണ്ടേ കൂടെ വീണ്
ഭയങ്കര സന്തോഷമാണ്. എല്ലാവരുടെ മിണ്ടി അനുമോള ചേച്ചി ആവട്ടെ, ചേച്ചി ഞാൻ കണ്ടായിരുന്നു അനുമോള ചേച്ചിയുടെ അടുത്തൊക്കെ നമ്മൾ പോയി മിണ്ടി. അതുപോലെ അച്ഛൻ്റെ അടുത്ത് അച്ഛൻ മിണ്ടി. നല്ല സ്നേഹമുള്ള ആൾക്കാരാണ്. അതുപോലെ അനുവിൻ്റെ ഒരു കൂട്ടുകാരി അവിടെ ബിഗ് ബോസിൽ പോയ ഒരു കൂട്ടുകാരി ഉണ്ടായിരുന്ന ആര്യയെന്നും പറഞ്ഞ്, ആര്യ നല്ല കാര്യമാണ്. അതുപോലെ അനുവും ഭയങ്കര സ്നേഹമാണ്. അവൾക്ക് കള്ളത്തരം എന്താണെന്ന് അറിഞ്ഞൂടാ. സത്യം പറഞ്ഞാൽ അവൾ പെട്ടെന്ന് കരയും. എന്തെങ്കിലും ഒരു ചെറിയ കാര്യം മതി പെട്ടെന്ന് കരയും. ചിലരങ്ങനെയാണ്, സങ്കടം പിടിച്ച് വെക്കാൻ പറ്റൂല, ഉള്ളിൽ ഒതുക്കാൻ പറ്റൂല, പെട്ടെന്ന് അങ്ങ് കരയും. അറിയാലോ, പ്രോഗ്രാം കാണുന്നവർക്കറിയാം. ഞാൻ വെറുതെ പോയിരിക്കുന്നില്ലല്ലോ. അവിടെ ഒരു മൂലയിൽ പോയിരിക്കണമെങ്കിൽ കുറച്ച് 50 ലക്ഷം കൊടുത്തിട്ട് എന്നെ ജയിപ്പിച്ച് വിടാമല്ലോ. അപ്പൊ കരയുന്നതൊക്കെ ഇമോഷണൽ മൊമെന്റ്സ് കരയണത് അവളെ അടിക്കാനും ഇടിക്കാനും അവളെ എന്തൊക്കെയോ ചെയ്യുമ്പോഴത്തേക്ക് ഈ കുട്ടി പേടിച്ചിട്ട് കിടന്ന് കരയണേണ്. അവളെ വേദനിപ്പിക്കുന്ന വാക്കുകൾ. ഇന്ന് ഞാൻ തന്നെ ആ ഒരു എപ്പിസോഡ് ഞാൻ കണ്ടതിൽ ജിസയിൽ ഈ മേക്കപ്പിൻ്റെ കാര്യം പറഞ്ഞിട്ട് ഞാൻ ഇപ്പോഴും ഇരുന്ന് കാണുന്നുണ്ട്. ജിസയിൽ പെട്ടെന്ന് വിളിക്കണതാണ് പൊക്കം ഇല്ലാത്തതിന്. അതിനെ പറ്റി പറഞ്ഞിട്ട് അങ്ങ് ഈ കുട്ടിയെ മാനസികമായിട്ട് തകർത്തി. അവള് ഭയങ്കര കരച്ചിലായിരുന്നു. ആര്യനാട്ടിലേക്ക് ദ മോസ്റ്റ് പ്രസ്റ്റീജിയസ് കപ്പ് ബിഗ് ബോസ് ഹൗസ് വിന്നർ കപ്പ് കൊണ്ടുവന്നിരിക്കുകയാണ് നമ്മുടെ അനുമോള്. അപ്പൊ അതിന്റെ ഒരു എക്സൈറ്റ്മെന്റ് നമ്മുടെ ഈ ജനങ്ങൾ, ഈ പാവപ്പെട്ട ജനങ്ങളാണ് അനുമോളെ പി ആർ എന്ന് പറയുന്നത്. ഈ ഷാനവാസ് വന്നിരുന്നോണ്ട് ലൈവിൽ വന്നിരുന്ന് പറയുന്നുണ്ട് ഷാനവാസിന് പി ആർ ഇല്ല, പി ആർ ഉള്ളവർ ജയിച്ചെന്ന്. ഈ ഷാനവാസ് ഭയങ്കര പണം കൊടുത്ത് ഇറക്കി കളിച്ച ഷാനവാസാണ്, നല്ല പി ആറാണ്. അതുപോലെ അനീഷ്, ഇപ്പോഴും അനീഷിൻ്റെ ആളുകൾ ഈ അനുമോളെ ചേർത്ത് വെച്ചിട്ട്, അനീഷിൻ്റെ ആളുകളാണെന്ന് എനിക്ക് മനസ്സിലായി, നമുക്കെല്ലാവർക്കും അറിയാം. അനുമോളെ ഫോട്ടോ ചേർത്ത് വെച്ചിട്ട് അനീഷിനെയോട് ചേർത്ത് വെച്ച് എന്തൊക്കെയാണ് കാണിക്കുന്നത്. ഇതുപോലെ അനുമോളെ വീട്ടിലുള്ളവരാ അല്ലെങ്കിൽ അനുമോളെ ഇഷ്ടപ്പെടുന്നവരാ ആരെങ്കിലും അനീഷിനെ വെച്ചിട്ട് ഒരു കമൻറ്റ് പോലും അങ്ങനെ ഇടയാവട്ടെ ഒന്നും ചെയ്തിട്ടില്ല. അനുമോൾ ഒരു കുറ്റം പോലും പറഞ്ഞിട്ടില്ല. അനുമോൾ പ്രതികരിക്കണ പോലുമില്ല. അടുത്ത ഒരു ഇനാഗ്രേഷൻ ഉണ്ടായിരുന്നു ഇന്നലെ കോഴിക്കോട് കൊടുവള്ളിയിൽ. അപ്പം എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കള് അളിയ ആ സ്റ്റോറി അങ്ങ് ഡിലീറ്റ് ചെയ്ത് കളാന്ന് വരെ പറഞ്ഞു. പക്ഷെ ഞാൻ ഡിലീറ്റ് ചെയ്തൊന്നുമില്ല. എന്ന് വെച്ചാൽ നമ്മള് ഒരുപാട് കാലത്തെ ബന്ധമുണ്ട് നമ്മൾ തമ്മിൽ. നമ്മുടെ ഉടൻപണം ചെയ്ത കാലത്ത് ഉടൻപണത്തിന്റെ എപ്പിസോഡില് ആര്യനാട് വന്ന് മത്സരിച്ച ഞാൻ ആർട്ടിസ്റ്റ് ആണ്, പടം വരയ്ക്കുന്ന ആളാണോ? അല്ല, ഞാൻ സീരിയൽ ആർട്ടിസ്റ്റ് ആണ് എന്ന് പറഞ്ഞിട്ട് തുടങ്ങിയതാണ് നമ്മൾ തമ്മിലുള്ള റിലേഷൻഷിപ്പ്. അപ്പോൾ അനുവിന്റെ ഒരു ക്വാളിറ്റി എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം, നമ്മളിപ്പോ ഏതെങ്കിലും ഇപ്പൊ നമ്മൾ പലരും സ്റ്റേജ് ഷോ ഒക്കെ ചെയ്യുന്നവരാണ്. അനുവിന് കാറുള്ള സമയത്ത് അനു കാറിലാണ് വരുന്നതെങ്കിൽ നമ്മളോടൊക്കെ ചോദിക്കും, ചേട്ടാ ട്രിവാൻഡ്രത്തേക്കാണ് വരുന്നത്, ചേട്ടാ എന്റെ കൂടെ വരുന്നോ, സീറ്റ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളെ ഏറ്റവും കംഫർട്ടബിൾ ആക്കുന്ന ഒരാളാണ്. എന്ന് വെച്ചാൽ നമ്മൾ അങ്ങോട്ടേക്ക് എന്തെങ്കിലും. പക്ഷെ അവിടെ ചെന്ന് കയറിയപ്പോൾ നമുക്ക് അറിയാത്ത ഒത്തിരി പേരുണ്ട്, ആർട്ടിസ്റ്റുകളും അല്ലാത്ത ഈ പറയുന്ന കണ്ടസ്റ്റൻസ് എല്ലാവരും ഉണ്ടായിരുന്നു. അപ്പോൾ അവരായിട്ട് പരിചയപ്പെട്ട് വന്നപ്പോൾ ഈ ഫോണൊക്കെ ഞങ്ങൾ തനിയെ മറന്നു, എല്ലാവരും മറന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ടാസ്കും ഓരോ ആക്ടിവിറ്റി കാര്യങ്ങൾ തരുമ്പോൾ തന്നെ നമ്മൾ പിന്നെ ഫോൺ നമ്മൾ ശ്രദ്ധിക്കുന്നില്ല. എനിക്ക് അങ്ങനെ ഫോണിൽ വലിയ ശ്രദ്ധയൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഫുൾ ടെൻഷനായിരുന്നു, അടി വഴക്ക് അങ്ങനെയൊക്കെ ആയിരുന്നു. ഏറ്റവും പെയിൻഫുൾ ആയിട്ട് തോന്നിയ ഒരു അനുഭവം എന്താണ്? ഏറ്റവും പെയിൻഫുൾ ആയിട്ട് എപ്പോഴും തോന്നാറുണ്ട്. എപ്പോഴും ഓരോ കാര്യം എപ്പോഴും പെട്ടെന്ന് കരയുന്ന ഒരാൾ കൂടിയാണല്ലോ. ഏറ്റവും കൂടുതൽ വേദനിച്ച് കരഞ്ഞ ഒരു സിറ്റുവേഷൻ എന്തായിരിക്കും? അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഞാൻ 100 ദിവസം നിന്നിട്ട് 100 ദിവസം ഞാൻ കരയാറുണ്ട്. അതെ, ഞാൻ 100 ദിവസം. ലാലേട്ടൻ ഏറ്റവും കൂടുതൽ ബഹളം ഉണ്ടാക്കിയിട്ടുള്ള ഒരു കണ്ടസ്റ്റന്റ് തീർച്ചയായിട്ടും അനുവദിക്കും. ചോദിക്കട്ടെ, ലാലേട്ടൻ ഏറ്റവും കൂടുതൽ ക്രോസ് ക്വസ്റ്റ്യൻ ചെയ്തിട്ടുള്ള കണ്ടസ്റ്റൻസിൽ ഒരാള് തീർച്ചയായിട്ടും അനുവദിക്കും. എന്താ അങ്ങനെ തോന്നണേ? എന്താ പറയണ്ടേ, സ്നേഹമുള്ളതുകൊണ്ടാണ് പുള്ളി ഇതേ പറയുന്ന പോലെ വഴക്ക് പറയുന്നത്. അപ്പൊ ഞാൻ ആ ഒരു സെൻസിൽ എടുത്തിട്ടുണ്ട്. ശരിക്കും അതൊരു ഗെയിമിന്റെ ഭാഗമായിട്ട് ഉറപ്പായിട്ടും ഞാൻ പുറത്തിറങ്ങിയ ശേഷമാണ് അമ്മയും ചേച്ചിയും എന്റെ ഫ്രണ്ട്സും റിലേറ്റീവ്സും എല്ലാരും പറയുന്നത് അത് നിന്റെ ഭാഗത്ത് തെറ്റില്ലാത്തതുകൊണ്ടാണ് പുള്ളി ആ ഗെയിമായിട്ട് എടുത്തിട്ട് നിന്നെ വഴക്ക് പറയുന്നതെന്ന് മനസ്സിലായി. അപ്പൊ ആ ടൈമിൽ ഞാൻ വിചാരിച്ചു ഇതെന്താ ഞാൻ തെറ്റ് വഴക്ക് പറയുന്നത്. പക്ഷെ അത് പിന്നെ മനസ്സിലായത് അത് ഇഷ്ടമുള്ളതുകൊണ്ടാണ് പുറത്ത്, അതായത് എനിക്ക് ഡൗട്ട് തോന്നാതിരിക്കാൻ വേണ്ടിയിട്ടാണ് വഴക്ക് പറയുന്നതെന്നുള്ള രീതിയിൽ. തീർച്ചയായിട്ടും കൂടുതൽ കാണുന്ന പ്രേക്ഷകർക്ക് സത്യം അനു പറഞ്ഞത് സത്യമായ കാര്യമാണ്. നമ്മൾ ഇരുന്നോണ്ട് പറയുമായിരുന്നു ഈ ലാലേട്ട എന്തിന് അനു ഒരു തെറ്റും ചെയ്തില്ലെങ്കിലും വഴക്ക് പറയണ. അതിനകത്തുള്ള കണ്ടസ്റ്റൻസ് വിചാരിക്കുന്ന അനു
അനുമോളെ എപ്പോഴും വഴക്ക് പറച്ചിൽ ബാക്കിയുള്ളവരെല്ലാവരും സന്തോഷിക്കുമായിരുന്നു. പക്ഷെ അനുവും വിചാരിക്കും എന്നെ എന്തിനാണ് വഴക്ക് പറയുന്നത്. അപ്പോഴും ഞങ്ങളിവിടെ ഇരുന്നും കൊണ്ട് പറയും, അനുവിനെ വഴക്ക് പറയണതിൻ്റെ ഒരു കാര്യമുണ്ട്. അനുവിനെ ലാലേട്ടന് ഇഷ്ടമാണ്, പക്ഷേ ജനങ്ങളെ സപ്പോർട്ട് എപ്പോഴും കൂടെ ഉള്ളു. അത് മനസ്സിലായ? ജനങ്ങളെ സപ്പോർട്ട് കൂടും. അനുമോൾ തെറ്റ് ചെയ്യുന്നില്ല. അനുമോൾ തെറ്റ് ചെയ്യാതെ വെറുതെ ഇങ്ങനെ നിസ്സാരമായ കാര്യങ്ങൾക്ക് ലാലേട്ടൻ വഴക്ക് പറയുമ്പോൾ അനുമോൾ വിഷമിക്കുകയും ചെയ്യും, അനുമോൾക്ക് സപ്പോർട്ടും കയറും. അത് അവിടെ ഉള്ള മണ്ടന്മാർക്ക് അറിഞ്ഞുകൂടെയിരുന്നു. ആ മണ്ടന്മാർ വിചാരിച്ചിരുന്നു, ഓ അനുവിനെ ഇനിയിപ്പോൾ അടുത്ത ആഴ്ച വരുമ്പോഴും അനുവിനെ വഴക്ക് പറയും എന്ന് പറഞ്ഞിട്ട് ഈ ലാലേട്ടൻ വന്നതിന് ശേഷം അനുവിനെ അവിടെ ഇട്ട് വെറുതെ പറയുമായിരുന്നു, ചുമ്മാ അല്ല നിനക്ക് ലാലേട്ടൻ്റെ നിന്ന് വഴക്ക് കേൾക്കണം, ചുമ്മാ അല്ല കേൾക്കണേ. യഥാർത്ഥത്തിൽ ലാലേട്ടന് സ്നേഹം ഉള്ളത് കൊണ്ടാണ് നമ്മളിവിടെ പറഞ്ഞായിരുന്നു. എന്തായാലും അനുമോളെ കാര്യമായിട്ട് പോകുന്നത് തോറ്റ് തൊപ്പിയിട്ട് മടങ്ങിയത് എല്ലാം കൂടെ കിടന്ന് കുരയ്ക്കുന്നുണ്ട്. ഒരുത്തിയാണെങ്കിൽ കട്ടപ്പയാണെങ്കിൽ കാശിക്ക് പോയി ധ്യാനത്തിന് പോയി, അവിടെ ചെന്നിരുന്ന് ധ്യാനിക്കണത് വീഡിയോയോ ഒക്കെ എടുത്തിട്ടായിരുന്നു. കട്ടപ്പ ഇവിടെ കിടന്ന് ഇവിടെ ഇത്രയും കാട്ടിക്കൂട്ടിയിട്ടല്ലേ പോയ, ഉരുളിയും കമിഴ്ത്തി ചരുവവും കമിഴ്ത്തി എല്ലാം കമിഴ്ത്തിയിട്ടാണ് പോയ അനുമോക്ക് ദോഷം സംഭവിക്കാനും അനുമോള് കപ്പടിക്കാതിരിക്കാനും വേണ്ടി ആയവണ്ണം കുത്തിത്തിരിപ്പ് ബിന്നിയും കട്ടപ്പയും എല്ലാവരും കൂടെ ശ്രമിച്ച് എന്നിട്ട് പോയിരിക്കുകയാണ്. കാശിയിൽ പോയി അവിടെ ചെന്ന് ധ്യാനത്തിൽ ഇരിക്കണാണ്ട്. എന്നിട്ട് അതിനുശേഷം വന്നിട്ട് നമ്മളെ അഖിൽമാരാര പൊന്തനെന്നും മാക്രിയെന്നും തവളയെന്നൊക്കെ വിളിച്ചും കൊണ്ട് അവള് വീഡിയോ ഇട്ടായിരുന്നു. അതിന് അഖിൽമാരാർ തിരിച്ച് കൊടുക്കുകയും ചെയ്ത്. കുത്തിത്തിരിപ്പ് പിന്നീട് കാര്യം പിന്നെ പറയാതിരിക്കണം. അവൾക്കൊന്നും കിട്ടാത്ത മുന്തിരി പുളിക്കും, അതുകൊണ്ട് അവളൊക്കെ ഇങ്ങനെ കൊള പറഞ്ഞുകൊണ്ടിരിക്കും. ജീവിതമാർഗമായിട്ട് അനുമോള് മുമ്പോട്ട് പോകണം, ഒരുപാട് ഉയരങ്ങളിൽ എത്തട്ടെ ആ കുട്ടി. ഈ പറയണവളൊക്കെ പട്ടി കുരയ്ക്കും പോലെ കുരച്ചിങ്ങനെ ഇരിക്കും, ജീവിതകാലം മുഴുവനും കുരച്ചിരിക്കും. അവൾക്കൊന്നും ഒരു കഴിവുമില്ല, അവളെയൊന്നും ഒരു കഴിവ് അവൾക്കൊന്നും തെളിയിക്കാനും പറ്റണില്ല. ഇങ്ങനെ കിടന്ന് കൊള പറയാനേ അറിയാവൂ എല്ലാ എണ്ണത്തിനും. എന്നിട്ട് പറയണ ഗെയിമിൻ്റെ ഭാഗമായിരുന്നെന്ന്. മുറിവ് വേദനിപ്പിക്കുമ്പോൾ ഓർമ്മിക്കണം കേട്ടോ. ഗെയിമിൻ്റെ ഭാഗം അല്ലാതെയും ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ട്, ഇല്ലാ കഥകൾ പറഞ്ഞ്. അപ്പോൾ കുറച്ചൊക്കെ ഒന്ന് ചിന്തിക്കണമായിരുന്നു.